അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ കൂടെ പല യൂറോപ്യൻ രാജ്യങ്ങളും വരികയാണ്. ബെൽജിയം, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UK-യുമായി നമ്മൾ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴിത് ഇന്ത്യയും ഫ്രാൻസും ഇനി സംയുക്തമായ ഒരു ശക്തമായിട്ടുള്ള ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രധാനപ്പെട്ട കാരണം അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കാനാണ് എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററിനും മറ്റ് ആധുനിക വിമാനങ്ങൾക്കും വേണ്ടിയുള്ളതായിരിക്കും ഈ എഞ്ചിൻ. ഈ പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. DRDO ഉടൻ തന്നെ ഈ അഭിലാഷ പദ്ധതി സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരത്തിനായി അയക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇമാനുവൽ മാക്രോൺ, ഫ്രാൻസിൻ്റെ ഭരണാധികാരി, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 50% താരിഫ് ഇന്ത്യക്ക് തന്നതിനെക്കുറിച്ച് അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തി എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രഞ്ച് കമ്പനി ഒരു കരാർ പ്രകാരം 100% സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറും. ഈ ഇന്ത്യൻ ഫ്രഞ്ച് കമ്പനി സംയുക്തമായി ഇന്ത്യയിൽ 120 കിലോ ന്യൂട്ടൺ ട്രസ്റ്റുള്ള ഒരു എഞ്ചിൻ നിർമ്മിക്കും. സഫ്രാൻ കമ്പനിയുടെ ഈ നിർദ്ദേശത്തിന് DRDO അംഗീകാരം നൽകി. ഈ കമ്പനി മുമ്പ് ഇന്ത്യയിൽ ഹെലികോപ്റ്ററുകൾക്കുള്ള എഞ്ചിനുകളും നിർമ്മിച്ചിട്ടുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള AMCAക്ക് നഫ്രാൻ നല്ലൊരു ഓപ്ഷനാണെന്ന് DRDO പറയുന്നു. ഏകദേശം $7 മില്യൺ ചിലവ് വരുന്ന DRDOയുടെ ലാബ് ഗ്യാസും ടർബൈൻ ഗവേഷണവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. പോരാത്തതിന് ഇന്ത്യ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഇനി കൂടുതൽ മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിമാനങ്ങളുടെ ക്ഷാമം സംബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ ഒരു കത്തെഴുതിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിൽ ചില വിമാനങ്ങൾ സമീപഭാവിയിൽ പിൻവലിക്കാൻ പോകുന്നുണ്ടെന്നും അതിനാൽ കൂടുതൽ വിമാനങ്ങൾ സൈന്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്തായാലും മറുവശത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ജനറൽ ഇലക്ട്രിക്കും സംയുക്തമായി വിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള അന്തിമ കരാറിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടും വരുന്നു. ഇതിനായി 80% സാങ്കേതിക വിദ്യയും $1.5 ബില്യൺ കൈമാറും. സഫ്രാനിൽ നിന്ന് ആരംഭിക്കുന്ന പദ്ധതിയിൽ ഭൗതിക സ്വത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശവും ലൈസൻസിംഗ് നിയന്ത്രണവും ഇന്ത്യക്കായിരിക്കും എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.